ഹായ് ഫ്രണ്ട്സ്, വോയിസ് ഓഫ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിരാമർ ബീച്ചും കാൻഡോലിൻ ബീച്ചും കണ്ടു പോന്നു. ഇനി നമ്മൾ പോകുന്നത് അഗോഡ ഫോർട്ടിലെ കാഴ്ചകൾ കാണുന്നതിനാണ്. അഗോഡ ഫോർട്ടിലേക്കുള്ള വഴിയാണ്. പോകുമ്പോഴുള്ള വഴിയരിയിലെ രസകരമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. ചൂടുള്ള സ്പെഷ്യൽ ചായയാണ് ഇത്. വില 50 രൂപ. മണ്ണുകൊണ്ടുള്ള ഗ്ലാസ്സിലാണ് നമുക്ക് ചായ തരുന്നത്. നല്ല ടേസ്റ്റുള്ള ചായയാണിത്. അഗോഡ ഫോർട്ടും ചേർന്നുള്ള ബീച്ചുമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മളിതാ അഗോഡ ഫോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആയിരത്തി 1609 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് അഗോഡ ഫോർട്ട്. ഡച്ചുകാരുടെയും മറാത്തക്കാരുടെയും ആക്രമണങ്ങൾ ചെറുക്കുന്നതിനായി നിർമ്മിച്ച കോട്ടയാണ് അഗോഡ ഫോർട്ട്. ഈ അഗോഡ ഫോർട്ടിന് 2 ഭാഗങ്ങളുണ്ട്, ലോവർ പാർട്ടും അപ്പർ പാർട്ടും. ലോവർ പാർട്ടിന്റെ പ്ലാനാണ് ഈ കാണുന്നത്. ലോവർ പാർട്ടിൽ താഴെ കപ്പലുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. അഗോഡ ഫോർട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത് ഫോർട്ടിൽ നിന്നുകൊണ്ട് അറബിക്കടലിന്റെ അടിപൊളി വ്യൂ ആസ്വദിക്കാം എന്നുള്ളതാണ്. മുകളിൽ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് 4 ഭാഗവും കാണാമെന്നുള്ളതാണ്. വല്ലാത്തൊരു അനുഭവം തന്നെയാണിത്. ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച വേറിട്ടൊരു അനുഭവം തന്നെയാണ്. അപ്പർ പാർട്ടിൽ ചെറിയ മ്യൂസിയം ഉണ്ട്. എൻട്രി ഫീസ് 50 രൂപ. ഫ്രീഡം സ്ട്രഗിൾ മ്യൂസിയമാക്കി ഇപ്പോൾ ഇതിനെ മാറ്റിയിരിക്കുന്നു. 79-ലധികം പീരങ്കികൾ ഈ ഫോർട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അഗോഡ ഫോർട്ടിനോട് ചേർന്നുകൊണ്ട് ഒരു സെൻട്രൽ ജയിലും ഉണ്ടായിരുന്നു. 2015 വരെ ഗോവയിലെ ഏറ്റവും വലിയ ജയിലായിരുന്നു അത്.
താഴെ ബീച്ചിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള സ്റ്റെപ്പുകളാണിത്. 4 നിലകളുള്ള ഏഷ്യയിലെ ഏറ്റവും പഴയതും ഉയർന്നതുമായ ലൈറ്റ് ഹൗസ് അഗോദ ഫോർട്ടിലാണുള്ളത്. ശുദ്ധജലം സംഭരിച്ചു വെക്കാനുള്ള പ്രത്യേക അറകളും ഇവിടെയുണ്ട്. അങ്ങനെ അഗോദ ഫോർട്ടിലെ കാഴ്ചകളും ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. ഈ റെസ്റ്റോറന്റിൽ നിന്നാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചത്. അടുത്തതായി നമ്മൾ ഇനി കാണാൻ പോകുന്നത് ബാഗ ബീച്ചിലേക്കാണ്. അങ്ങനെ നമ്മൾ ബാഗ ബീച്ചിന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ബാഗ ബീച്ചിന്റെ മാർക്കറ്റ് ഏരിയയാണ് ഈ കാണുന്നത്. ഇതവിടെ മസാജ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇത്. നോർത്ത് ഗോവയിലാണ് ബാഗ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ോളം ബീച്ചുകളുള്ള ഗോവയിലെ ഏറ്റവും കൂടുതൽ ആളുകളും സഞ്ചാരികളും എത്തിച്ചേരുന്ന ബീച്ചാണിത്. അപകട മുന്നറിയിപ്പ് അറിയിച്ചുകൊണ്ടുള്ള വാഹനമാണിത്. ചിലരിതാ ഇവിടെ വല വീശി മീൻ പിടിക്കുന്നുണ്ട്. അപകട മുന്നറിയിപ്പ് അറിയിച്ചുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള വണ്ടിയാണിത്. അപായ സൂചന അറിയിക്കുന്ന ഫ്ലാഗാണിത്.
സഞ്ചാരികൾക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ആസ്വദിച്ചിരിക്കാനുള്ള സ്ഥലമാണിത്. ഇവയെല്ലാം രാത്രിയിൽ പ്രകാശപൂരിതമായിരിക്കും. അടിപൊളി കാഴ്ചയായിരിക്കും ഇത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉല്ലസിക്കാനും ആഘോഷിക്കാനെത്തുന്ന ബീച്ചാണിത്. നീണ്ടു നിൽക്കുന്ന കടൽ തീരം, പാരാസൈലിംഗ്, ഡോൾഫിൻ റൈഡ്സ്, ബനാന റൈഡിംഗ്, ബമ്പർ റൈഡ്, വാട്ടർ ബൈക്ക് എന്നിങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നു. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. രാത്രിയിലെ ബാഗ ബീച്ചിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്ക് ഗംഭീര. ഇവിടെ വെച്ചാണ് രാത്രിയിൽ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. ഈ കാണുന്നതൊക്കെ റെസ്റ്റോറന്റുകളാണ്. ഇത്തരം ഒരുപാട് റെസ്റ്റോറന്റുകളുണ്ട് ഇവിടെ. ഇതാണ്ടില്ല, ഇവിടെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. I love Goa. Love Baga Beach. ഇതാ കുറച്ചുപേര് കടലിൽ ഇറങ്ങി കളിക്കുന്നത് കണ്ടില്ലേ? ഇതാ ഇവിടെ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി വല വീശുന്നത് കണ്ടില്ലേ? ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനലിന്റെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സപ്പ് ചാനലിന്റെയും ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിൽ കയറി നമ്മളോടൊപ്പം ചേരുക. കൂടാതെ നമ്മുടെ യാത്രക്കിടയിൽ കണ്ടുകിട്ടുന്ന രസകരമായ കാഴ്ചകൾ ഷോർട്സുകളായി ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിൽ കയറി നമ്മളോടൊപ്പം ചേരുക. ബൈ, താങ്ക് യു.